മരണത്തിനും കൂടി പേടിക്കണ്ട അല്ലെ? കാരണം ഞാൻ കാത്തിരുന്ന ദിവസം വന്നു, ജയിലിൽ നിന്നുള്ള മോചനം വന്നു അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ജയിലിൽ നിന്ന് ഇന്റെ റിലീസ് വന്നു, ഞാൻ പുറത്തേക്ക് പോവാണ്. കെട്ടുപാടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നിയന്ത്രണത്തിന്റെ എന്താ പറയാ അള്ളാഹിനോടുള്ള മൊഹബത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച ഇന്റെ കഷ്ടപ്പാടിന്റെ കാലം എന്ത് ചെയ്തു കഴിഞ്ഞു. അള്ളാഹ്ക്ക് തൃപ്തനായിട്ട് ഞാനിത് പുറത്തേക്ക് വിശാലമായ ലോകത്തേക്ക് എന്താ പറയാ സൗകര്യങ്ങളുടെ ഒരു നിബന്ധനയും നിയമങ്ങളും ഇല്ലാത്ത, ഒരു പരിധി അവസാനം ഇല്ലാത്ത ലോകത്തേക്കുള്ള ഇന്റെ യാത്ര തുടങ്ങുക എന്നുള്ള സന്തോഷമുള്ള റൂഹ് മലക്ക് വരുമ്പോ ഇവിടെ പിടിച്ചു നിൽക്കുവോ? ഇല്ല, പോവാൻ തയ്യാറാണ്, യാത്രക്ക് റെഡിയാണ്. ആ റൂഹിന് എന്ത് ചെയ്യും? വളരെ സുഖമായിട്ട് ആ റൂഹിനെ പിടിക്കും. എന്നിട്ട് മലക്കുകൾ തിരക്ക് കൂട്ടും. ഞാൻ വാങ്ങിക്കോളാം, ആ റൂഹിനെ ഞാൻ വാങ്ങിക്കോളാം. കാരണം എന്തുണ്ട്? അത് വാങ്ങണൊരു അഭിമാനം ഉണ്ട്. ആർക്ക് ഇഷ്ടപ്പെട്ട റൂഹാ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട റൂഹാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊതുപ്പ് കൊണ്ടുവരും. ആ പൊതുപ്പിന്റെ സുഗന്ധം പറയുന്നതും ഇങ്ങനെ തന്നെ ദുന്യാവിലേക്ക് ഒരു പ്രാവശ്യം കാണിച്ചാല്, അല്ലെങ്കിൽ ദുന്യാവിലൊരു പ്രാവശ്യം കൊടുന്നാല് ക്യാമത്ത് നാൾ വരെ അതിന്റെ സുഗന്ധം എന്ത് ചെയ്യൂല, ദുന്യാവെന്ന് പോവില്ല. അങ്ങനെ ഒരു പൊതുപ്പിൽ വെക്കപ്പെടും. ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ആകാശത്തിൽ മുഴുവൻ വാതിലും തുറക്കും. എല്ലാ വാതിലും പറയും ഇന്നിലൂടെ കൊണ്ടേക്കോളി, ഇതിന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട റൂഹാണ്. അപ്പൊ അള്ളാഹ് പറയും ഇന്റെ ആ റൂഹിനെ ഖബറിൽ വെക്ക്, വിശ്രമിക്കട്ടെ ഇന്റെ അടിമ, അവനക്ക് വേണ്ട സ്വർഗത്തിന്റെ ഒരു വാതിൽ അവിടേക്ക് തുറന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു വാതിൽ അവിടേക്ക് തുറക്കും. സുഖ സൗകര്യങ്ങളുടെ തുടക്കം എന്ത് ചെയ്ത്, അവന്റെ ജയിലിന്റെ മോചനം എന്ത് ചെയ്ത് അവിടുന്ന് തന്നെ തുടങ്ങി. ഇത് രണ്ടു വഴിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതിലേത് വേണമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ തന്നെയാണ് ഇപ്പോഴും. ആര് തീരുമാനിക്കണോ? കേട്ടില്ല. ആര് തീരുമാനിക്കണോ? ഞാൻ തീരുമാനിക്കണം. ഇതിന് കമ്മിറ്റി കൂടിക്കാണ്ട്, യോഗം കൂടിക്കാണ്ട്, സെക്രട്ടറി പ്രസിഡന്റിയും ഖജാൻജിയും തെരഞ്ഞെടുത്തൊന്നും തീരുമാനിച്ചാൽ പറ്റൂല. തീരുമാനിച്ചാലോട്ട് നടക്കൂല. ഇതാര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കണം. ആ ഫിക്കർ വന്നാൽ മതി നമ്മളെ ഹൃദയത്തേക്ക്, ഞാൻ എന്നുള്ള ഫിക്കർ വന്നാൽ മതി. പിന്നെ ആ ഒരു നിയത്ത് വന്ന് ഫിക്കർ നമുക്ക് എന്ത് ചെയ്യാം, ലോകം മുഴുവനാക്കാം. എല്ലാവരും എന്ത് ചെയ്യണം, സ്വർഗത്തേക്ക് തന്നെ വരണം. ഒരാൾ പോലും എന്ത് ചെയ്യരുത്, നരകത്തിലേക്ക് പോകരുത്. ആ ഫിക്കർ തന്നെ നമുക്ക് പരിശ്രമിക്കാം. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് രണ്ടിലൊന്ന് വേണമെന്ന് ഇന്റെ കാര്യത്തിൽ ആര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കണം. തീരുമാനിച്ചൂടെ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും തയ്യാറല്ല? ഇൻഷാ അല്ലാഹ്. സ്ട്രോങ് പോരാ. എല്ലാവരും തയ്യാറല്ല? ഇൻഷാ അല്ലാഹ്. അതിനെന്താ ചെയ്യാ? അതിന് വേഗം ബുക്ക് സ്റ്റാൾ പോയിക്കണം, അതിന്റെ ഒരു ബുക്ക് വായിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, എഴുതി പഠിച്ച് നോട്ട് ബുക്ക് തയ്യാറാക്കി അല്ലേ? റോൾ മോഡൽ ഉണ്ട്, മാതൃക ഉണ്ട്. ഇതെന്തല്ല, ഇത് ബുക്കിലുള്ള പ്രത്യയശാസ്ത്രമല്ല, ഇതേതെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച് അടച്ചു വെച്ച സാധനമല്ല. ഇത് ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ച് വിജയിച്ചു പോയ ഒരു കൂട്ടം ആളുകൾ ഈ ദുന്യാവിൽ ഉണ്ടായിട്ടുണ്ട്. അവരെന്തല്ല നബിമാരോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ തെരഞ്ഞെടുത്തവരോ അല്ല, സാധാരണ നമ്മളെ പോലത്തെ ജനങ്ങൾ. ആരാണത്? സഹാബാക്കള്. ഓലാണ് നമ്മളെ മാതൃക, ഓലാണ് നമ്മളെ റോൾ മോഡല്. കാരണം അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാല് ഓലും തൃപ്തരാണ്, അള്ളാഹ് ഓലത്തിലും തൃപ്തരാണ്. ജീവിച്ചിരിക്കുമ്പോ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. നബിസ്വല്ലല്ലാഹു പറഞ്ഞു, എന്റെ സഹാബാക്കള് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് ഒരാളെ രണ്ടാളെ മൂന്നാളെ പറഞ്ഞില്ല, അതിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സഹാബാക്കളാണ് നമ്മളെ റോൾ മോഡല്. ഞമ്മക്ക് ഇന്ന് വലിയ പൊട്ടത്തരം പറ്റി, നമ്മളിന്ന് ആരതിക്കാ നോക്കണത്? നമ്മളിന്ന് നമ്മളതേക്ക് നോക്കണില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ നോക്കണ ആരതീക്കാണ്? ആരേറ്റാ നമ്മളെ ഓരത്തില് കമ്പാരിസൺ? ആരതേറ്റാ? നമ്മളെ അപ്പുറത്തുള്ള ജബ്ബാറിനെ, അപ്പുറത്തുള്ള ഷുക്കൂറിനെ അല്ലേ? ദുന്യാവിന്റെ കാര്യം വരുമ്പോ നമ്മളെ കാട്ടി വലിയ ആൾക്കാരെ നോക്കൂലേ? നമ്മളെ കാട്ടി സമ്പത്തുള്ളവനെ. ഓന്റെ അടുത്ത് ബൈക്ക് ഉണ്ട്, ഇന്റെ അടുത്ത് സൈക്കിളുള്ളൂ. ഇന്റെ അടുത്ത് ബൈക്കുള്ളൂ, ഓന്റെ അടുത്ത് എന്തുണ്ട്, കാറുണ്ട്. ഇനി എങ്ങനെങ്കിലും എന്ത് ചെയ്യണം, ഒരു കാർ ഒപ്പിക്കണം അല്ലെ? ഓന്റെ വീടിന് എന്തുണ്ട്, ടെറസ് 2 തട്ടുണ്ട്, ഇന്റെ വീടിനാകെ 1 തട്ടുള്ളൂ. ഇങ്ങനെ ദുന്യാവിന്റെ കാര്യത്തിൽ നമ്മൾ മേലേക്ക് നോക്കുമ്പോ ദീന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ നോക്കല്? ഓന് പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യണില്ല, 5 വക്ത് നിസ്കരിച്ച പേര് നിസ്കരിച്ചിട്ടുണ്ടോ പോയി കാര്യം? ഞാൻ അൽഹംദുലില്ലാ അവിടെ പോയിട്ട് നിസ്കരിക്കണം 5 വക്ത്, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണത്. ഇനി മറ്റാളപ്പ എന്താ നോക്കല്? ഓന് നിസ്കരിക്കണമെന്നില്ല, ഞാൻ അൽഹംദുലില്ലാ എന്ത് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കണമെങ്കിലും ഉണ്ട് അല്ലേ? നോട്ട് കൊടുക്ക താഴത്തേക്കാണ്. ഇനി അതിന്റെ അടുത്താളോ, ഇനി അവസാനം ഒരു ടീം എന്ത് പറയും, ഓന് ജുമാക്കും കൂടി വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജുമാക്കെങ്കിലും പോകുന്നുണ്ട് അല്ലേ? സമാധാനായി, റാഹത്തായി.
കാരണം നമ്മളെ കമ്പാരിസൺ ആരേറ്റായിപ്പോയി, നമ്മളെ മുന്നിൽ നമ്മൾ ഒരതണ്ട, നമ്മൾ മുട്ടണ്ട, നമ്മൾ നിൽക്കേണ്ട ക്യൂവിന്റെ മുന്നിലുള്ള ഒരാൾക്കാരുണ്ട്. അവരെടുത്ത് നമ്മൾ എവിടേക്ക് മാറി? നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാറി, അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാറിയിട്ട് സമാധാനം കണ്ടെത്തി. അവര് ജീവിതത്തിൽ എല്ലാം കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ യതീമാക്കി, ഭാര്യമാരെ വിധവകളാക്കി, ദീന്റെ പരിശ്രമം ചെയ്ത്, ത്യാഗം ചെയ്ത്, ഈമാൻ ഹൃദയത്തിലേക്ക് ഇറക്കി, അവര് ജീവിതത്തിൽ ഈമാൻ കൊണ്ടുള്ള ഗുണം നേരിട്ട് കണ്ട്. നിങ്ങൾ എന്താ ഈ പറയണത്? അല്ലാ നാളെ ഈ പറഞ്ഞ പോലെ ഈ വേദനയിൽ അല്ലെങ്കിൽ അസ്രായേൽ നമ്മളെ മുന്നിൽ വരുന്ന, നമ്മൾ ഇന്ന് വരെ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു അവസ്ഥയിൽ പെടുമ്പോ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാന്ന് പുറത്തേക്ക് വരണ്ടേ? അപ്പൊ നമ്മളെ ബുദ്ധി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ കരുതുണ്ടോ? ഒറ്റ സ്നേഹിതൻ നമ്മളെ നല്ലൊരു അടിയുണ്ട് അടിച്ച്, നല്ല ഉറക്കെ, ഭയങ്കര വേദന. നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യില്ല, നമ്മൾ വേദന ഒരു കൺട്രോളിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ ചിന്തിക്കും കൂടി നമ്മളെ സ്നേഹിതനാണ്, ഓൻ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നമ്മളിപ്പോ ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. തിരിച്ചെന്ത് ചെയ്യും? അപ്പൊ തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അവിടെ നമ്മളെ ബുദ്ധി നിന്ന്, നമ്മൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവിടെ നിന്ന്. ആക്സിഡന്റ് ആയ ആൾക്കാർ പറയില്ലേ, എന്താ പറയല്? ആ വളവ് കണ്ടിട്ട് ഓടിച്ചപ്പോ കണ്ടിട്ട് ആ വണ്ടി റോഡ് സൈഡിൽ കണ്ട് ഓർമ്മയുണ്ട്, പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോ എവിടെയാണ്? അതിന്റെ ഇടയ്ക്ക് ബോധമൊന്നും പോയിട്ടില്ല, പക്ഷെ ആൾക്ക് എടുത്തുണ്ടായത് ഒക്കെ ആൾക്കാരായിരുന്നു, പക്ഷെ ഒന്നും എന്തില്ല, ഓർമ്മയില്ല. കാരണം ഓന്റെ ബുദ്ധിന്റെ ചിന്ത അവിടെ സ്റ്റക്കായി, പിന്നെ ഓനക്കൊന്നും ഓർമ്മയില്ല. എന്നാ ഇനി ഇതേ അടി നമ്മളെ വാപ്പടിച്ച് നമ്മളൊന്നും ആലോചിച്ചില്ലല്ലേ? സ്നേഹിതനോട് പറഞ്ഞാൽ പറയുന്നത്, മര്യാദ വിട്ടുക്കുന്നോളി വാപ്പ, ഇന്നൊക്കെ അറിയില്ല, കാലം ബാനയിക്കണ എന്റെ ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ പറയോ? ബാപ്പ എന്നുള്ളത് നമ്മളെ ഹൃദയത്തിൽ ഇറങ്ങിയൊരു കാര്യമാണ്. ഇത് എന്റെ ബാപ്പയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ബാപ്പാനെ തിരിച്ചു തല്ലൂല. മറ്റേത് എത്ര ഉപകാരം ചെയ്ത സ്നേഹിതനാണെങ്കിലും അറിയാതെ നമ്മൾ എന്ത് ചെയ്തോളൂ, നമ്മൾ ബുദ്ധിയോടെ സ്റ്റക്കായി. ഇതേപോലെ വേദന കൊണ്ട് പൊളയുമ്പോ, വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യുന്ന നമ്മൾ ചിന്തിച്ച നമ്മൾ തന്നെയല്ല ഏറ്റവും വലിയ വിഡ്ഢികള്. ആ സമയത്ത് നമ്മളെ ഉള്ളിന്ന് ലാ ഇലാഹ ഇല്ലല്ലാന്ന് വരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് വേണം? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ജീവിച്ചിരിക്കുമ്പോ അള്ളാഹിനോട് സഹായം ചോദിച്ച് അള്ളാഹിന്റെ സഹായം കിട്ടിക്കാണണം. നമ്മള് അള്ളാഹിനെ കൂട്ടുകാരനാക്കി പിടിച്ച് എന്ത് കാര്യവും അള്ളാഹിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അള്ളാഹിന്റെ അടുത്തുനിന്ന് ചോദിച്ച് വാങ്ങി ജീവിതത്തിൽ അതെന്ത് ചെയ്യണം? നമുക്ക് 100% ബോധ്യമാവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മൾ അങ്ങനെ ഒരു പരിശ്രമത്തിലാണെങ്കിൽ, ആ പരിശ്രമത്തിൽ ആയിക്കൊണ്ടിരിക്കും നമ്മൾ മരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഈമാൻ കിട്ടി മരിക്കണ അവസ്ഥയിലാവും, അങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും. കാരണം നമുക്കിന്ന് എന്തില്ല, ഈ കഴിവിന് അള്ളാന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പില്ല. നമ്മൾ എല്ലാ പഴയ കഥയും പറയും, എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യും? ബദറിൽ സഹായിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, സാബാക്കൾക്ക് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അരിപ്പൊടി അരിമാവ് വന്നു 2 റക്അത്ത് നിസ്കരിച്ചപ്പോ. ഇതൊക്കെ പറയെങ്കിലും ഇന്റെ മനസ്സിലേക്കിനാവാത്തിന്റെ പേരിൽ, ഇന്റെ മനസ്സിൽ ഉറപ്പാവാത്തിന്റെ പേരിൽ എനിക്ക് ഇന്റെ ഒരു കാര്യം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി വാങ്ങാന് പറ്റണില്ല. അത് ഇന്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പാവാത്തിന്റെ പേരിലാണ്, വേറെ ആരും കുഴപ്പമില്ല. ഇന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ്, അങ്ങനെ വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾ സാധാരണ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ അള്ളാന്റെ സഹായം കിട്ടിയ കഥ പറയും ആൾക്കാരെടുക്ക് അല്ലെ? പറയുമ്പോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓല ആ കാര്യം പറയുമ്പോ ഒന്നുറപ്പാണ് കാര്യം, ഓൽക്ക് അപ്പൊ വേറെ ഒന്നും എന്തുണ്ടാവില്ല, സഹായം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒരു ഹെൽപ്പ് കിട്ടാൻ പറ്റിയൊരു സിറ്റുവേഷനിലാവില്ല അവര്. 2 കാര്യമാണ്. അപ്പൊ അവരെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ശരിക്കും അള്ളാനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കല്. ആ സമയത്താണ് എന്ത്, ഓൾറെഡി ഇപ്പൊ എന്താ പറയാ, മോൻ പൈസ ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കെട്ടാൻ പൈസ ഉണ്ട്, റെഡിയാണ്. ഓനെ മനസ്സിലായി അള്ളാനോട് വർക്കൽ എങ്ങനെ കയറും? പക്ഷെ മോനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേഗം എത്തിക്കണേ കയറും അല്ലെ? മോൻ വരാനില്ല, പൈസ വരാനില്ല, ഇവന്റെ ദുആ എന്തേ കാര്യം? പടച്ചോനെ ഇജ്ജല്ലാതെ എന്തില്ല, വേറെ ആരുമില്ല എനിക്ക്, ഇജ് മാത്രമേ ഉള്ളൂ അല്ലാ, ഇജിന്നെ സഹായിക്കണേന്ന് അള്ളാനോട് എന്ത് ചെയ്യും? കരഞ്ഞു പറഞ്ഞ. അപ്പൊ എല്ലാ ആൾക്കാരും പറയുമ്പോൾ എന്തുണ്ടാവും? ഞാൻ ആരുമില്ലാതെ കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്നു, ഒരു നിവർത്തില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരു രക്ഷയില്ല എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അള്ളാന്റെ സഹായം എന്ത് ചെയ്തത്? അപ്പൊ തന്നെ വരിക. കാരണം അപ്പോഴാണ് അള്ളാൻ എന്ത് ചെയ്തത്? മനസ്സ് തുറന്ന് വിളിച്ചത്. ഇന്റെ അടുത്ത് എല്ലാ കാര്യമുണ്ട്, ഞാൻ റെഡിയാണ്, എനിക്കെല്ലാം ഓക്കെ ആണെന്ന് ചിന്തിക്കുമ്പോ ഞാൻ എപ്പോഴാ അള്ളാൻ അങ്ങനെ വിളിക്കല്? നിങ്ങളൊരു എന്താ പറയാ, ഇന്റെ ഒരു അത്യാവശ്യത്തിന് പൈസ തരുന്ന ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂപ്പര് തരുന്ന ഉറപ്പില്ലെങ്കിൽ, രണ്ടാളോട് ഞാൻ ഒരേ മാതിരിയാ ചോദിക്കുക?
ഉറപ്പില്ലാത്തവനോട് ചോദിക്കുമെന്ന് ചോദിച്ചൊക്കെ ഒരു ഫോർമാലിറ്റി എന്നിട്ട് എന്ത് പറയും? ഓൻ തരില്ല എന്നായെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, വല്ലാതെ മെനക്കെട്ടിട്ടില്ല എന്ന് പറയും. മറ്റാളടുത്ത് നമ്മൾ ചോദിക്കും, നമ്മളെല്ലാ ബുദ്ധിമുട്ടും പറയും, ചിലപ്പോൾ കാര്യം എങ്ങനെയെങ്കിലും അവൻ്റെ ഒന്ന് വാങ്ങുന്നിട്ട് എന്ത് പറയും? മൂപ്പര് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പേന്ന്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവായി പോകുന്നില്ല എന്ന് പറയും. എത്ര കാര്യത്തിന് എത്ര പ്രാവശ്യം അള്ളാന്റെ അടുത്ത് നമ്മളിങ്ങനെ ഒഴിവായി പോവാതെ ചോദിച്ചിട്ടുണ്ട്. പടച്ചോനെ ഇജ്ജല്ലാതെ എനിക്ക് നിവർത്തില്ല, ഇജ്ജ് തരാതെ ഞാൻ എന്ത് ചെയ്യൂല, ഒഴിവായി പോവില്ല, എനിക്ക് കിട്ടിയ മതിയാവുള്ളൂ എന്ന് നമ്മൾ അള്ളാഹിനോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അത് ജീവിതത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ. അള്ളാഹ്ക്ക് എന്തോ നമ്മളോട് തോന്നിയ വലിയൊരു കരുണന്റെ പേരിലാണ്. അള്ളാഹ് നമ്മളിൽ നിന്ന് എന്തോ കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാന്റെ വീടായ അള്ളാന്റെ പള്ളിയിൽ വന്ന്